ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ലിഡിയ. പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമം, 3 പേർ കസ്റ്റഡിയിൽ. പാചകവാതക പ്രതിസന്ധിയിൽ വലഞ്ഞ ജനം. ദേശീയ സംസ്കൃത നാടക മത്സരത്തിൽ പട്ടാമ്പി കോളേജിന് 3ാം സ്ഥാനം. ജമ്മുകശ്മീരിൽ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ വെടിവയ്പ്. ഇറാഖിൽ കപ്പലാക്രമണം, ഇന്ത്യൻ എഞ്ചിനീയർ കൊല്ലപ്പെട്ടു. ഇറാനിയൻ നാവികരുടെ മൃതദേഹം കൈമാറി ശ്രീലങ്ക. കാർഗിലിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ട്രംപ്. US സൈനിക വിമാനം തകർന്ന് 4 മരണം, വെടിവെച്ചതെന്ന് ഇറാൻ, അല്ലെന്ന് US. വേനൽ ചൂടിൽ പൊള്ളി കേരളം. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമം, 3 പേർ കസ്റ്റഡിയിൽ. സെക്രട്ടേറിയറ്റിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച കോട്ടയം സ്വദേശികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഗിൾ മാപ്പ് നോക്കി ദിശ തെറ്റി വന്നതാണെന്നാണ് കസ്റ്റഡിയിലുള്ളവർ പറയുന്നത്. എന്നാൽ മദ്യലഹരിയിലായിരുന്നു 3 പേരുമെന്ന് പോലീസ്. പാചകവാതക പ്രതിസന്ധിയിൽ വലഞ്ഞ ജനം. പശ്ചിമ ഏഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ പാചകവാതക പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ പകുതിയിലധികം ഹോട്ടലുകളുടെ പ്രവർത്തനം നിലച്ചു. കൂടാതെ വാണിജ്യ സിലിണ്ടർ ലഭ്യത കുറഞ്ഞതോടെ ലൊക്കേഷനുകളിൽ ഭക്ഷണം എത്തിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ പല സിനിമാ ഷൂട്ടിങ്ങുകളും മുടങ്ങിയതായി ഫിലിം സംഘടനകളും അറിയിച്ചു. സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിലുമായി എണ്ണക്കപ്പൽ ഇന്ന് ഇന്ത്യയിൽ എത്തുമെന്ന് കരുതുന്നു. 40,000 മെട്രിക് ടണ്ണിലധികം LPG വഹിച്ചുള്ള ശിവാലിക് എന്ന ഇന്ത്യൻ കപ്പലാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്നത്. LPGയിൽ നിന്നും PNGയിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. വില കൂട്ടി വിൽക്കുന്നതിനെതിരെ കർശന നടപടിയുണ്ടാകും. ദേശീയ സംസ്കൃത നാടക മത്സരത്തിൽ പട്ടാമ്പി കോളേജിന് 3ാം സ്ഥാനം. തിരുപ്പതി നാഷണൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ സംസ്കൃത നാടക മത്സരത്തിൽ പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജ് ജൂനിയർ ടീം അവതരിപ്പിച്ച കിരാതകർ എന്ന നാടകത്തിന് 3ാം സ്ഥാനം ലഭിച്ചു. ജമ്മു കശ്മീരിൽ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ വെടിവയ്പ്. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനുമായ ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്ത വിവാഹ ചടങ്ങിനിടെയായിരുന്നു വെടിവയ്പ്. വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഫറൂഖ് അബ്ദുള്ളയുടെ വാഹനത്തിന് നേരെ ഒരാൾ തോക്കുമായി വന്ന് വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കുകൾ ഒന്നുമില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇറാന്റെ നട്ടെല്ലായ കാർഗിലിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ട്രംപ്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ കാർഗ് ദ്വീപിൽ കനത്ത ബോംബാക്രമണം. ദ്വീപിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർത്തെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ പകുതിയിലേറെ അസംസ്കൃത കയറ്റുമതി ദ്വീപാണ് ടെർമിനൽ കാർഗ്. അടുത്ത ലക്ഷ്യം റിഫൈനലുകൾ എന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ കാർഗിലെ എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. US സൈനിക വിമാനം തകർന്ന് 4 മരണം, വെടിവെച്ചതെന്ന് ഇറാൻ, അല്ലെന്ന് US. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായി ഇറാഖിന് മുകളിൽ പറന്ന KC-135 US വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 6-ൽ 4 പേർ മരിച്ചതായി റിപ്പോർട്ട്. വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് ഇറാനും തകർന്നത് വെടിവയ്പിലല്ലെന്ന് വാദിച്ച് US-ഉം. കാലാവസ്ഥ. വേനൽ ചൂടിൽ പൊള്ളി കേരളം. സംസ്ഥാനത്ത് പാലക്കാട്, തൃശൂർ, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 38 മുതൽ 40 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ന്യൂസ്.